ഇതെന്താണ്? ഈ മാർഗത്തിലൂടെ ആരോ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോ ഇപ്പോഴും ഇവിടെയുണ്ടോ? ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ. ഇവിടെ വാസ്തവത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വെറുതെ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ നമ്മുടെ മനസ്സെപ്പോഴും ആരോ ഉണ്ടെന്ന് പറയുന്നു. രാജകുമാരി, ഏയ് രാജകുമാരി, നീ ആരെയോ അന്വേഷിക്കുകയല്ലേ? എന്നിട്ട് കണ്ടു കിട്ടിയോ? ഇതെന്താ, നാം ആരെയോ തിരയുകയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം നാം അറിയുന്നു. കേൾക്കൂ രാജകുമാരി, നാം നിനക്കൊരു വസ്തു നൽകാം. ഇതാ നമ്മുടെ തൂവൽ. നീ ആരെങ്കിലും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ തൂവലും കൊണ്ട് കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിനടുത്തേക്ക് പോകൂ. നമ്മുടെ തൂവൽ നിനക്ക് മാർഗം കാട്ടിത്തരുന്നതാണ്. പക്ഷെ നമ്മോട് ഉദ്യാനത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്. എന്നാൽ കൊട്ടാരത്തിൽ നമ്മെ കാണാത്തതുകൊണ്ട് എല്ലാവരും നമ്മെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഈ സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് പോകുന്നത്? ഇനി ഈ മാർഗം മാത്രമാണുള്ളത്, മറ്റൊരു മാർഗവും നമുക്കില്ല. നീ തെല്ലും ആശങ്കപ്പെടേണ്ട അരുന്ധതി. നീ ഇപ്പോൾ എവിടെയായിരുന്നാലും നാം നിന്നെ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും. ഉദ്യാനത്തിൽ നമുക്ക് ആരെയും കാണാൻ കഴിയുന്നില്ലല്ലോ. ഇനി നാം അരുന്ധതി എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഇതാരാണ്? നമ്മെ വിടൂ. അവളുടെ കാര്യം കഷ്ടമാണ്. നമ്മെ പോലെ നിഷ്കളങ്കിയായ ഒരു സ്ത്രീയെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ജ്യേഷ്ഠത്തി പോകാം എന്നും പറഞ്ഞ് ദാ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചു. കണ്ടില്ലേ? എന്നിട്ട് അവളിതെങ്ങോട്ട് പോയി?
എന്നിട്ട് നമ്മോട് പറഞ്ഞതോ ജ്യേഷ്ഠത്തി വരൂ നമുക്ക് കൊട്ടാര ഉദ്യാനത്തിൽ പോയി പുഷ്പങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അന്വേഷിക്കാമത്രേ. എന്തിന്? നാം എന്തിനാണ് അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? എന്താ അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണോ? എല്ലാം വെറും നാടകം. എവിടെ പോയി അവള്? എവിടെ? അത് രൂപവതിയെ പോലുണ്ടല്ലോ. എന്റെ ഭഗവാനെ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഏയ് രൂപവതി, രൂപവതി, ഇപ്പോൾ നമ്മെ അമ്മായി തിരിച്ചറിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയാകും. രൂപവതി, രൂപവതി, രൂപവതി. അയ്യോ, നമ്മുടെ മുട്ടിന്റെ ഒരു കാര്യവും നടക്കില്ല. അത് ശരിക്കും രൂപവതി തന്നെയാ, തീർച്ചയായും രൂപവതി തന്നെയാ. എന്നാൽ അവള് നമ്മുടെ ശബ്ദം കേട്ട ഉടനെ ഓടിപ്പോയത് എന്തിനാണ്? ഇളയറാണി, നീ സ്വയം വലിയ ബുദ്ധിമതിയാണെന്ന് കരുതുകയാണോ? നിന്റെ ബുദ്ധി നാം ഇന്ന് തന്നെ ഇല്ലാതാക്കുന്നതാണ്.